ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മട്ടരി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ സോഫ്റ്റ് പുട്ടും ആ പുട്ടുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ വിഭവമായിട്ടാണ്. വിഭവം എന്ന് പറയുമ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു മസാല പുട്ട് അല്ലെങ്കിൽ ഒരു മുട്ടപ്പുട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഭയങ്കര സോഫ്റ്റാണ്, വന്നാൽ അതിനേറെ സ്വാദാണ്. അപ്പോൾ എന്നും ഒരുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മട്ടരിയാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പാലക്കാടൻ റൈസ് എന്നൊക്കെ, മട്ട റൈസ് എന്നൊക്കെ പറയും, കുത്തിരിച്ചോറ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊരു 2 കപ്പോളമാണ് എടുത്തിരിക്കുന്നത്. ഇത് 2 കപ്പ് കൂടി ഇച്ചിരി കൂടുതലാണ്, കാരണം ഞങ്ങളിവിടെ 6 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരത്തെ ഡിന്നറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, മുട്ടപ്പുട്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതൊന്ന് വെള്ളത്തിലൊന്ന് കുതിരാൻ വെക്കണം. അപ്പോൾ ഇതാ ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു രാത്രി മുഴുവൻ കുതിർക്കാൻ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു മിനിമം ഒരു 8 മുതൽ 9 മണിക്കൂർ വരെയെങ്കിലും അത് കുതിരണം, എങ്കിലാണ് പുട്ട് നന്നായിട്ട് സോഫ്റ്റായി വരത്തുള്ളൂ. ഞാനിപ്പോൾ ഇന്ന് സമയമൊക്കെ ഇച്ചിരി കുറവായതുകൊണ്ട് ഞാനിവിടെ ഒരു 6 മണിക്കൂറാണ് ഞാൻ കുതിർക്കാൻ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു 2 ഗ്ലാസ്സോളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പെട്ടെന്നൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയും ഞാൻ സൂത്രപ്പണി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂടുവെള്ളത്തിൽ ഒരു 2 മണിക്കൂർ ഇട്ട് വെച്ചെന്നാൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാനിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമുക്കൊരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. ഇതാ ഇപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞു. ഇതാ ഞാനിപ്പോൾ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല, പക്ഷെ ഞാൻ റൈസ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ഈ ഒരു അരിയൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ചിരിപ്പുണ്ട്. നമുക്കിനി ഇതൊന്ന് ഈ അരി ഒന്ന് വാലാനായിട്ട് വെക്കണം. ഇതിനകത്തുള്ള വെള്ളമെല്ലാം നമുക്ക് ഊറ്റിക്കളയണം. അപ്പോൾ ഇതാ ഞാനതൊന്ന് ഊറ്റിക്കളഞ്ഞെടുത്തിട്ട് വരാം. ഇനി ഞാനിതുപോലെ ഒരു അരിപ്പയ്ക്കകത്തോട്ട് ഇതൊന്ന് അരി ഒന്ന് മാറ്റി ഇടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തരി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഊർന്ന് പൊക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് വെള്ളം വാലാനായിട്ട് വെക്കാം. അപ്പോൾ ഇതൊന്ന് വെള്ളം വാർന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ വെള്ളം വാർന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്, അത് കളയുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരി ഇനി മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ഇതൊന്ന് അടിച്ചെടുക്കണം. ഇതിനകത്ത് ഈ ഒരു പുട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇത് വെള്ളത്തിനകത്ത് ഈ അരി കുതിർത്തിട്ടത് കൊണ്ട് അരിക്കകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം അതിങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വെള്ളം മാത്രം മതി, ആ ഒരു അരിയിലുള്ള വെള്ളം മാത്രം മതി നമുക്ക് ഈ പുട്ട് ഉണ്ടാക്കാനായിട്ട്. അല്ലാതെ എക്സ്ട്രാ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കേണ്ട. ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ വളരെ കുറച്ചാണ്, ഒരു 1/4 ഭാഗം പോലും ഇല്ല, അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന അളവിലാണ് ഞാൻ അരി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചെറിയ ജാറാകുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഒരുപോലെ ഇങ്ങനെ പുട്ടുപൊടിയുടെ രീതിയിൽ നമുക്ക് പ്രോപ്പറായിട്ട് അരഞ്ഞു വരത്തുള്ളൂ. അപ്പോൾ ഞാനിതാ ഇത്രയും ഭാഗം ഒന്ന് നിറച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാനിത് പല ബാച്ചായിട്ടാണ് ഒന്ന് അടിച്ചെടുത്ത് വരുന്നത്. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്ത് കാണിക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ മിക്സിയിൽ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ പുട്ട് നനച്ച പോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനപ്പോൾ ഇതൊരു പാത്രത്തിനകത്തോട്ടിട്ട് കാണിക്കാം. കണ്ടോ, ഇത് നോക്കി നല്ല നനവോടുകൂടെ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിത് പുട്ടിൻ്റെ ആ ഒരു നമുക്കറിയാമല്ലോ, നമ്മൾ പുട്ട് നനച്ചത് കറക്റ്റാണോ എന്നറിയാൻ ഇതുപോലെ ഇച്ചിരി പുട്ടെടുത്ത് കയ്യിലൊന്ന് പീച്ചി കഴിഞ്ഞെന്നാൽ ഇതുപോലെ അങ്ങ് ഇരിക്കണം. ഒരു ഷേപ്പ് ഫോം ചെയ്യാൻ പറ്റണം. അതാണ് നമ്മുടെ പുട്ടിൻ്റെ നനവിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പുട്ട് കറക്റ്റായിട്ടാണ് പൊടിയൊക്കെ ഇരിക്കുന്നത്, ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കേണ്ട വന്നിട്ടില്ല. ഇനി ഞാൻ ബാക്കിയുള്ള അരിയും കൂടെ ഇതുപോലെ ബാച്ചായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ സാധാരണ ഈ പുട്ടുപൊടിയൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെയാണ് മേടിക്കാറ്, പാക്കറ്റൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി അങ്ങനെ മേടിക്കാതെ നമ്മുടെ വീട്ടിൽ മട്ട റൈസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് രാത്രി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിനേക്കാളും മുന്നേ ഒന്ന് വെള്ളത്തിലിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പുട്ടുപൊടി റെഡിയാണ്. ഈ പുട്ടിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ നമ്മളൊരു ചെമ്പാപ്പുട്ടൊക്കെ കഴിക്കുന്ന അതേ ഫീലാണ് ഇത് കഴിക്കുമ്പോൾ. ആ ഒരു കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കളറിൽ കിട്ടുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ മട്ട റൈസാണ് കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടുക, പക്ഷെ പച്ചരി വെച്ചിട്ടാണെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം.
അപ്പോൾ ഇതാ ഞാൻ എല്ലാ അരിയും ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ ഞാൻ സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു കണക്കുണ്ട്, ആ കണക്കിനാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ഉപ്പ് ഇടാനുള്ള ഇച്ചിരി ധൈര്യക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് വെള്ളമാണെന്നുണ്ടെങ്കിൽ ഒന്ന് തെളിച്ച് കൊടുത്ത് പതുക്കെ ഒരു സ്പൂൺ വെച്ച് ഇളക്കി നമുക്ക് ആ ഒരു ഉപ്പ് കറക്റ്റായി ആയി എന്ന് തോന്നുന്നത് വരെ നമുക്ക് ഉപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഞാനിപ്പോൾ ഇവിടെ ഈ പറഞ്ഞല്ലോ, ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതായതുകൊണ്ട് എനിക്കറിയാം 2 കപ്പിന് ഞാൻ ചേർത്തിട്ടുള്ളത് 3/4 ടീസ്പൂണോളം ഉള്ള ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടോ, ഇത് ഇപ്പം തന്നെ അത്രയും സോഫ്റ്റാണ്. ഇനി ഇത് ആവിയും കൂടെ കയറ്റുമ്പോഴത്തേക്കും സൂപ്പർ സോഫ്റ്റ് ആവും കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 1/4 കപ്പോളമുള്ള തേങ്ങ ചെരുവിയത് ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് 1/4 കപ്പ് എന്നുള്ളത് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ആ തേങ്ങയുടെ ഫ്ലേവറും കൂടെ വരുമ്പോഴത്തേക്കുമാണ് ഇതിന് രുചി കൂടുന്നത്. ഇനിയിപ്പോൾ തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാ ഞാൻ ഈ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡിയാണ്. ഇനി ഇതെങ്ങനെയാണ് ആവി കയറ്റുന്നത് നോക്കാം. ഞാനിത് സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെയുള്ള ഒരു പുട്ടും കുറ്റിയിലല്ല ഉണ്ടാക്കുന്നത്. നമുക്കിതൊരു മസാല പുട്ടാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഞാനിത് സ്റ്റീമറിലാണ് സ്റ്റീം എടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീമർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ആ വെള്ളത്തിൻ്റെ ഒരു ആവി വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു തുണി ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഇതുപോലത്തെ തുണിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും. ഇതിനേക്കാളും നൈസായിട്ടുള്ള തുണിയായിരിക്കും ചിലപ്പോൾ വീട്ടിലുണ്ടാവുക നിങ്ങളുടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒത്തിരി നൈസ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അത്യാവശ്യം നല്ല വൃത്തി കുഴപ്പമൊന്നുമില്ലാത്ത കുറച്ച് കട്ടിയുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇതിനകത്ത് ഞാൻ ചെയ്യാറുള്ളതാണ് സാധാരണ. അപ്പോൾ ഈ ഒരു തുണി വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണം എന്നില്ല. ഇതിന് പകരം നിങ്ങൾക്കൊരു സാധാരണ തട്ടുണ്ടെങ്കിൽ തട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് എളുപ്പപ്പണിയാക്കുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ അല്പം അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യത്തിന് ഉള്ള രീതിയിലുള്ള പുട്ടിൻ്റെ പൊടി ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണ പുട്ടിന് ആവി കയറ്റുന്നത് പോലെ ഇത് മൂടി വെച്ചിട്ട് ഒരു ആവി വരുന്നത് വരെ, ആവി വന്നിട്ട് ഒരു 2 മിനിറ്റോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം ഇതൊന്ന് തുറക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് ഇട്ടിട്ട് വരാം. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ച് ഒരു ഏകദേശം ഒരു 8 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ ഒരു 8 മിനിറ്റ് കഴിഞ്ഞു. നല്ല ആവി പറക്കുന്ന നമ്മുടെ പുട്ട് റെഡിയാണ്. അപ്പോൾ ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ കാര്യം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി നമുക്ക് ഒറ്റ പ്രാവശ്യം തന്നെ നമുക്ക് ഇത്രയും ബൾക്കായിട്ട് കിട്ടും. പുട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് സമയം മതി താനും, എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിനകത്തോട്ടൊന്ന് മാറ്റിയെടുക്കാം. വളരെ സൂക്ഷിച്ച് മാറ്റണം. തുണിയിലൊക്കെ നല്ല ചൂടുണ്ടാവും. ഒന്നില്ലെങ്കിൽ ചൂടാറിയിട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വളരെ കെയർഫുള്ളായിട്ട് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ പുട്ട്. പക്ഷേ ഇതിനേക്കാളും നല്ലതുപോലെ സോഫ്റ്റ് ആവും നിങ്ങൾ ഒരു രാത്രി, അതൊരു 7-8 മണിക്കൂറോളം അല്ലെങ്കിൽ ഒരു 9 മണിക്കൂറോളം രാത്രി മുഴുവൻ നിങ്ങൾ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഡബിളായിട്ട് നമുക്ക് സോഫ്റ്റ്നെസ് കിട്ടും. ഇത് തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ പിന്നെ ഒരു 9 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഡബിൾ സോഫ്റ്റാണ്. നിങ്ങളപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ ബാക്കിയുള്ള പുട്ടും കൂടെ ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് വരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പുട്ട് ഇവിടെ റെഡിയാണ്. അപ്പം ഞാനത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് മുട്ടപ്പുട്ടാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എപ്പോഴും ഇതുപോലത്തെ ഒരു നാടൻ ഭക്ഷണത്തിനൊക്കെ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 3/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇനി ഇതിനകത്തോട്ട് ഞാൻ പെരുംജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരുംജീരകം അല്ലെങ്കിൽ ഫെനൽ സീഡ്സ് എന്നൊക്കെയാണ് ഇതിനെ പറയുക. അതൊരു 1/2 ടീസ്പൂണോളം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകും പെരുംജീരകമൊക്കെ ഒന്ന് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഞാനൊരു 3 സവോളയാണ് ചേർത്തിരിക്കുന്നത്. 3 സവോള ചേർക്കാനായിട്ട് കാരണം ഞാൻ എടുത്തിരിക്കുന്നത് കുഞ്ഞു സവോള ആയതുകൊണ്ട് 3 എടുത്തത്. നിങ്ങളുടെ കയ്യിൽ 2 മീഡിയം സൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ ചെറിയതായിട്ട് നുറുക്കി കുഞ്ഞു കഷ്ണങ്ങളാക്കി നുറുക്കാണ് ഏറ്റവും നല്ലത്. കാരണം പുട്ടെന്ന് പറയുന്നത് വളരെ കുഞ്ഞു സാധനമല്ലേ. അപ്പോൾ അത് നമ്മൾ ഈ ഒരു സവോള നീളത്തിൽ അരിഞ്ഞു കഴിഞ്ഞാൽ സവോളയാണ് മുന്നേ നിൽക്കുക കാണാനായിട്ട്. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു കുഞ്ഞു രീതിയിൽ സവോള ഒന്ന് 1 മിനിറ്റോളം ഞാൻ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് 1 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
അപ്പോൾ അതാ ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞു. ഇതിനകത്തോട്ട് ഞാനൊരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം, എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഞാനിവിടെ ഒരു ടീസ്പൂണോളം ഉള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരൊറ്റ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളിയുടെ കൂടുതൽ ടേസ്റ്റ് ഈ ഒരു പുട്ടിൻ്റെ റെസിപ്പിക്ക് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് പേരിന് ജസ്റ്റ് ഒരെണ്ണം മാത്രം ഞാൻ എടുത്ത് കുഞ്ഞിതായിട്ട് അരിഞ്ഞതും കൂടെ ഈ ഒരു ഇഞ്ചിക്കൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിലുള്ള കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊക്കെ ഇങ്ങനെ വഴൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിനി മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂണോളം ഉള്ള മഞ്ഞൾപ്പൊടി. അടുത്തത് ചേർക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്, 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഈ മല്ലിപ്പൊടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ പക്ഷേ മല്ലിപ്പൊടിക്ക് പകരം ഞാനിവിടെ ചേർക്കുന്നത് മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. അത് 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മസാലപ്പൊടികൾ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് ഇതൊന്ന് ഈ ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ട് വരാം, അല്ലെങ്കിൽ ഇതൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇട്ട മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 2 മീഡിയം സൈസായിട്ടുള്ള തക്കാളി ഇതുപോലെ ക്യൂബായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ചെറുതായിട്ട് അരിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും അരിയാം. എന്നിട്ട് നമുക്കിത് 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതവിടെ 1 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഈ ഒരു മസാലയിൽ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉപ്പ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സവോളയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ തന്നെ നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ലോയിലാക്കിയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതാ ഞാനിപ്പോൾ സവോള ഇവിടെ ഇത്രയേ വഴറ്റുന്നുള്ളൂ. ചെറുതായിട്ട് കഴിക്കാൻ കിട്ടുന്നതാണ് ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നത് 2 ടീസ്പൂണോളം ഉള്ള ഗ്രേവിയാണ്. ചിക്കൻ കറി ഉണ്ടാക്കിയതിൻ്റെ തലേദിവസം ഉണ്ടാക്കിയ ചിക്കൻ കറിയുടെ ബാക്കി വന്നിട്ടുള്ള ഗ്രേവിയാണിത്. അപ്പോൾ ആ ഗ്രേവിയിൽ നിന്ന് ഞാനൊരു 2 ടീസ്പൂൺ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ കറിയുടെ ഗ്രേവി, അതായത് ചിക്കൻ കറി ആവാം, ബീഫോ അല്ലാന്നുണ്ടെങ്കിൽ മീൻ കറിയുടെ ചാറാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതിനകത്തൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ, അത് നമ്മുടെ ഒരു ഫ്ലേവർ കൂടുതൽ ഇഷ്ടം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കറികളുടെ ഫ്ലേവറൊക്കെ വരുമ്പോഴാണ് നമ്മുടെ മസാല റിയൽ മസാലയാവുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മസാലപ്പൊടികളൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഈ ഒരു ഗ്രേവി തന്നെയാണെങ്കിലും അല്പം കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്രേവി കുറച്ചും അതുപോലെ തന്നെ മസാലപ്പൊടികളും കുറച്ചും രണ്ടും തുല്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ഇതൊരു മുട്ടപ്പുട്ടായതുകൊണ്ട് ഞാൻ 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ആ മുട്ടയാണ് ഞാൻ ഈ ഒരു മസാലയ്ക്കകത്തോട്ട് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ഞാനതൊന്ന് ഒഴിച്ചെടുത്തിട്ട് വരാം. പക്ഷെ ഒഴിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ നിങ്ങൾ ഇളക്കരുത് കേട്ടോ. അങ്ങനെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മസാലയിലൊക്കെ ഒരുമാതിരി കോട്ടിങ് പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്, നമ്മൾ ഈ മുട്ട ഒഴിച്ചതിന് ശേഷം ഒരു അല്പം ഒരു മിനിറ്റ് 1.5 മിനിറ്റോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആവണം. ഇത് ഒന്ന് ഉറച്ച പോലെ ആവുന്ന സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതപ്പോൾ ഇവിടെ മുട്ട ഏകദേശമൊക്കെ ഇങ്ങനെ ഉറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഒരു താഴത്തെ ഭാഗം. അപ്പോൾ ഇനി നമുക്ക് മുട്ട ചിക്കി പൊരിക്കാം. നന്നായിട്ട് തന്നെ ചിക്കി പൊരിക്കാം. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കായിരിക്കും ഏറ്റവും നല്ലത്. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഇച്ചിരി വലുതായിട്ടാണ് മുട്ട കുത്തി പൊരിച്ചത് കിടക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പോൾ അതാ ഞാനിത് ചെറുതായിട്ടൊന്ന് നന്നായിട്ടുള്ള രീതിയിൽ തന്നെ കുഞ്ഞിതാക്കി ഒന്ന് ചിക്കി പൊരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പുട്ട്, അത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും പുട്ട്. ഞാൻ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച അത്രയും മുഴുവൻ പുട്ട് ഞാൻ എടുത്തിട്ടില്ല. കാരണം മോൾക്കുള്ള പുട്ടും മോനുള്ള പുട്ടും മാറ്റി വെച്ചിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെ ഈ മസാല ഇഷ്ടമല്ല. അവർക്ക് ഈ പഴവും പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അവർക്ക് ഇച്ചിരി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഞങ്ങൾ 4 പേർക്കുള്ള പുട്ട് കൂടിയാണിത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഇനി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് കുറച്ച് അല്പം നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇച്ചിരിയും കൂടെ രുചി കൂടും.
അപ്പോൾ അതൊക്കെ നോക്കുക. പിന്നെ ഇന്നത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കടക്കാം ക്വസ്റ്റ്യനിലോട്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഗീവ് അവേയുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഞാനിന്ന് ആവിയിലാണ് പുട്ട് വേവിച്ചത് അല്ലേ. അപ്പോൾ പുട്ട് വേവിച്ചപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന സമയം എത്രയാണെന്നുള്ളതാണ്. ഞാനൊരു സമയം പറയുന്നുണ്ട്, ഇത്ര മിനിറ്റ് കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നുണ്ട്. അത് എത്രയും മിനിറ്റ് ആണെന്നാണ്. വളരെ സിമ്പിളാണ്. ഇപ്പോഴും ഞാൻ എല്ലാവർക്കും കൂടെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഉത്തരമാണ്, ചോദ്യം ഉത്തരമൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എത്ര മിനിറ്റ് ആണെന്ന് ഞാൻ ആവി വെച്ചത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ മിനിറ്റ് എത്രയാണെന്നുള്ളത്, ആ നമ്പർ എത്രയാണെന്നുള്ളത് പറയാം. അപ്പോൾ ഇന്നത്തോടെ കൂടെ ഗെയിം തീരാണ് കേട്ടോ. പക്ഷേ എങ്കിൽ പോലും ഇനി നമ്മൾ നാളെ തുടങ്ങിയിടുന്ന വീഡിയോസിനൊന്നും ഇതുപോലത്തെ ഗെയിമൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് വെള്ളിയാഴ്ച വരെ ഈ കഴിഞ്ഞ 3 ദിവസത്തെ, അതായത് തിങ്കൾ ചൊവ്വ ബുധനുള്ള 3 ദിവസത്തെയും വീഡിയോസിന് താഴെ കമൻറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഞായറാഴ്ച നമുക്ക് വിന്നറിനെ അനൗൺസ് ചെയ്യണേ. ഓക്കെ, അപ്പം നമുക്കിതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പുട്ട്. ഇനി ഇതിൻ്റെ മേലെ അല്പം മല്ലിയിലൊക്കെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ്. കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഒരു ഫ്ലേവറൊക്കെ കൊടുക്കും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മല്ലിയില ചേർത്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണം എന്നൊന്നുമില്ല പുട്ട്. നിങ്ങളുടെ വീട്ടിൽ തലേദിവസമുള്ള പുട്ടാണെന്നുണ്ടെങ്കിൽ ബാക്കി വന്ന് പുട്ട് വെച്ചിട്ടാണെങ്കിലും ഒന്ന് ചെറുതായിട്ട് ആവി കയറ്റിയിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാൻ സൂപ്പറാണ്. നമുക്ക് എന്നും ഈ പുട്ട് കഴിച്ച് മടുത്തിരിക്കുന്ന ആൾക്കാർക്ക് നമുക്കിതൊരു നമ്മുടെ മെയിൻ ഡിഷായിട്ട് തന്നെ കഴിക്കാം. ഞങ്ങളിവിടെ അച്ചാറിൻ്റെ കൂടെ ഇതിങ്ങനെ സൈഡിൽ തൊട്ടുകൂട്ടാനൊക്കെ കൂട്ടിയിട്ടാണ് ഇത് കഴിക്കാറ്. നല്ല സ്വാദാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുറച്ചും കൂടെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അല്പം ക്യാരറ്റൊക്കെ ചീവിയിട്ട് കൊടുക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു റെസിപ്പി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെല്ലാവരും പുട്ട് കഴിച്ച് മടുത്തവരായിരിക്കും. ഇനി അങ്ങനെയൊക്കെ മടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല സൂപ്പർ പുട്ട് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.